ഹായ് ഓൾ, ബ്രൂസ്ലി PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 2022 +2 പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ നോക്കാം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഫ്രായാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരിയാണ് ഗൗരി പാർവതി ഫ്രായ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? വിദൂര സംവേദനം. താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ്? വിദൂര സംവേദനം. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏതാണ്? ബാബ ബുദാനാണ്. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശമാണ് ബാബ ബുദാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ആരായിരുന്നു? സർദാർ KM പണിക്കർ. കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്ന താഴെ പറയുന്നതിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവയെന്നാണ്? മേൽപ്പറഞ്ഞവ എല്ലാമാണ്. ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെൻറ് എന്നിവയാണ്. മൗലികാവകാശ സംരക്ഷണത്തിന് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 226 മൗലികാവകാശ സംരക്ഷണത്തിന് റിട്ടുകൾ പുറപ്പെടുവിക്കുവാൻ ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 226. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദമാണ് 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 32. ഇനി താഴെ പറയുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവയാണ്? 1ഉം 3ഉമാണ്. വിദ്യാഭ്യാസവും വനവുമാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ് വിദ്യാഭ്യാസവും വനവും. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ ഏതെല്ലാമാണ്? മിലാനും കോട്നി ഡി ആംബോസയാണ്. 2026 ശീതകാല ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയം വഹിക്കുന്ന നഗരങ്ങളാണ് മിലാൻ, കോട്ടിന ഡി ആംബോസെ. താഴെ തന്നിരിക്കുന്നതിൽ 2 പട്ടികകളിലെ വിവരങ്ങൾ ചേരുംപടി ചേർക്കാൻ. A ആണ് ആൻസർ. സലിമ മുഗൻ സൻഗ വനിതാ ഫുട്ബോൾ റഫറിയാണ്. ശാന്തിശ്രീ ധൂലിപുടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലറാണ്. അസിമ ചാറ്റർജി വനിതാ ശാസ്ത്രജ്ഞയാണ്. മീരാഭായ് ചാനു ഒളിമ്പിക് മെഡൽ ജേതാവാണ്. സലിമ മുഗൻ സൻഗ വനിതാ ഫുട്ബോൾ റഫറിയാണ്. ശാന്തിശ്രീ ധൂലിപുടി പണ്ഡിറ്റ് JNU വൈസ് ചാൻസലറാണ്. അസിമ ചാറ്റർജി ആരാണ്? വനിതാ ശാസ്ത്രജ്ഞ. മീരാഭായ് ചാനു അതുപോലെ തന്നെ ഒളിമ്പിക് മെഡൽ ജേതാവാണ്. ഇനി 2021 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 1ഉം 3ഉമാണ്. ഗ്ലാസ്ഗോയും COP26ഉമാണ്. ഗ്ലാസ്ഗോയും COP26ഉമാണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെയാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ആൻസർ A ആണ്. 1ഉം 3ഉമാണ്. ഗോരട്ടി വെങ്കണ്ണ കവിത. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കി താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവയാണ് ഗോരട്ടി വെങ്കണ്ണയും കവിതയും. ലോക്സഭയിലേക്ക് സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായമാണ്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതാണ്? MKSS ആണ്. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് MKSS. മീസോ നാഷണൽ ഫ്രണ്ട് സ്ഥാപകനാരാണ്? ലാൽ ഡെങ്കയാണ്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകനാണ് ലാൽ ഡെങ്ക.
ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? പുനരുപയോഗയോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? പുനരുപയോഗയോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൂണ്ടേൽ. കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൂണ്ടേൽ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്ത്? എറിത്രോപോയറ്റിൻ. മനുഷ്യ ശരീരത്തിൽ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്? എറിത്രോപോയറ്റിൻ. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹപൂർവം. മാതാപിതാക്കൾ ഇരുവരുമോ അവരിൽ ആരെങ്കിലുമോ നഷ്ടപ്പെട്ട സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരെന്ത്? സ്നേഹപൂർവമാണ്. താഴെ പറയുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സാർസ്. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സാർസ്. താഴെ പറയുന്നവയിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഏതാണ്? ഒരു ഭൂമി മാത്രം. താഴെ പറയുന്നതിൽ 2022 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ് ഒരു ഭൂമി മാത്രം. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ഏതാണ്? 3ഉം 4ഉമാണ്. എക്സലും ജിംബുമാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് എക്സലും ജിംബും. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡേഷ് എന്ന് പറയുന്നു. ബാൻഡ് വിഡ്ത്ത്. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡേറ്റയുടെ അളവിനെ ഡേഷ് എന്ന് പറയുന്നു. ബാൻഡ് വിഡ്ത്ത്. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത്? ഗൂഗിൾ ആണ്. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ്. ഐഡന്റിറ്റി മോഷണം നടത്തുന്നത് തടയുന്ന IT ആക്ട് ആണ് IT ആക്ട് 66C. ഐഡന്റിറ്റി മോഷണം നടത്തുന്നത് തടയുന്ന IT ആക്ട് ആണ് IT ആക്ട് 66C ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്? 1ഉം 3ഉം മാത്രമാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയ്ക്കുന്നതിനായി ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. ഇനി സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. അപ്പോൾ റിസർവ് ബാങ്ക് ഇന്ത്യയുടെ പണനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകളാണ്: സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കുറയുന്നതിനാൽ ഗവൺമെന്റ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെന്റ് ബോണ്ടുകൾ വാങ്ങും. ഇനി താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത ഓർ വസ്തുതകൾ ഏതെല്ലാമെന്നാണ്? A മാത്രമാണ് തെറ്റ്. ശരിയായിട്ടുള്ളവ: പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പിന്നെ പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. ധനനയവുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഇതിൽ ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. പണച്ചുരുക്കമുള്ളപ്പോൾ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ ഗവൺമെന്റ് കടം വാങ്ങുന്നത് കുറയ്ക്കുന്നു. അടുത്ത ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതിയാണ്. മൊത്തം ധനക്കമ്മി മൊത്തം ചിലവ് വായ്പയൊഴികെയുള്ള മൊത്തം വരുമാനമാണ്. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമിയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം ആനുപാതിക നികുതിയാണ്. മൊത്തം ധനക്കമ്മി മൊത്തം ചെലവ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനമാണ്. നീതി ആയോഗ് ആസൂത്രണ സമിതിയുടെ പിൻഗാമിയാണ്. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ ഏതാണ്? പ്രച്ഛന്ന തൊഴിലില്ലായ്മ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? മൈത്രിയാണ്. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. കോമൺ സെൻസ് എന്ന ലഘുലേഖ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ജാലിയൻവാല ബാഗ് സംഭവത്തിന്
കരിനിയമമാണ് റൗലറ്റ് നിയമം. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് കാരണമായ കരിനിയമം ഏതാണ്? റൗലറ്റ് നിയമം. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ന്യൂബ്ര. താഴെ പറയുന്നവയിൽ ഏതു നദിയാണ് സിയാച്ചിൻ ഹിമാലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? ന്യൂബ്രയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 373 കെൽവിനാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 373 കെൽവിനാണ്. 10 kg മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 0 ആണ്. 10 kg മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 0 ആണ്. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു? അനാൽജസിക്കുകളാണ്. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു? അനാൽജസിക്കുകൾ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെൽ. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവോ അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് മോൾ. ഒരു ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് മോൾ. ഇനി സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരമാണ് 1ഉം 4ഉം മാത്രമാണ് ശരിയായി. 1981 സ്ഥാപിതമായി കേരളത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. 1981 സ്ഥാപിതമായി കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1ഉം 3ഉം മാത്രമാണ്. 1940 ആണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. 1942 കോമൺവെൽത്ത് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ട ഗെയിംസ് നടന്നത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിനെ സംബന്ധിച്ച് അനുയോജ്യമായ ഉത്തരങ്ങളാണ് 1940 ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി പങ്കെടുക്കുന്നത്. 1942 കോമൺവെൽത്ത് എന്ന് ഔദ്യോഗികമായി അറിയപ്പെട്ടത്. താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങൾ ചേരുംപടി ചേർക്കുക എന്നതാണ്. D ആണ് ഓപ്ഷൻ. പടയണി തപ്പാണ്, തെയ്യം തോറ്റംപാട്ടുകളാണ്, മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തമാണ്, കൂടിയാട്ടം സംസ്കൃത നാടകമാണ്. പടയണി തപ്പാണ്, തെയ്യം തോറ്റംപാട്ടുകളാണ്, മുടിയേറ്റ് കാളിദാരിക പുരാവൃത്തമാണ്, കൂടിയാട്ടം സംസ്കൃത നാടകമാണ്. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുകയെന്നാണ്. ഇതിൽ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ടവ പരിശോധിച്ച് ശരിയായ ഉത്തരം എഴുതാനാണ്. ശരിയായ ഉത്തരം സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങളാണ്. ആശാൻ കവിതകളുമായി ബന്ധപ്പെട്ട് ശരിയായവയാണ് സ്തോത്രകൃതികൾ, കാൽപ്പനികത, ഖണ്ഡകാവ്യങ്ങളാണ്. ഇനി മലയാളം പോർഷൻ നോക്കാം. ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമാണ് നിടിലം. ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് നിടിലമാണ്. ഇരുട്ടിൻ്റെ പര്യായങ്ങളാണ് തമസ്, ദ്വാന്തം, അന്ധകാരം. തമസ്, ദ്വാന്തം, അന്ധകാരം. ധീരൻ എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഭീരു. ധീരൻ്റെ വിപരീതമാണ് ഭീരു. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? A ആണ്, യൗവനം. ഇനി ശരിയായ വാക്യം ഏതെന്നാണ്. ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. ശരിയായ വാക്യമാണ് ഓരോ വിദ്യാർത്ഥിയിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയാറുണ്ട്. വിഗ്രഹാർത്ഥം എഴുതുക എന്നാണ്. കല്യാണപ്പന്തൽ കല്യാണത്തിന് ഉള്ള പന്തലാണ്. കല്യാണപ്പന്തൽ എന്താണ്? കല്യാണത്തിനുള്ള പന്തൽ. താഴെ തന്നിട്ടുള്ളവയിൽ ചിഹ്നങ്ങൾ ശരിയായി ചേർത്ത വാക്യം ഏതെന്നാണ്. മലയാളത്തിലെ പ്രതിഭാശാലിയായ കവിയും നാടകകൃത്തും ഗാനരചയിതാവുമാണ് ശ്രീ കാവാലം നാരായണ പണിക്കർ. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലി ഏത്?
കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ആംഗലവാക്യത്തിന് സമാനമായ മലയാള ശൈലിയാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? പ്രേഷിതാവാണ്. അയക്കുന്ന വ്യക്തി പ്രേഷിതാവ്. ഓപ്ഷൻ ഡി ആണ്. തത്വം പിരിച്ചെഴുതിയെന്നവയിൽ നിന്ന് ശരിയായ തിരഞ്ഞെടുക്കുക. തത് പ്ലസ് തോം. ഓപ്ഷൻ ബി ആണ്. കവി എന്ന നാമരൂപത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. കവയിത്രി. കവി സ്ത്രീലിംഗമാണ്. കവയിത്രി. കവയിത്രിയാണ്. കവയിത്രി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF-നായി എൻ്റെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.